നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇഞ്ചോടിഞ്ച് US ചാണക്യ എക്സിറ്റ് പോൾ പുറത്ത്. ഇനി പുഞ്ചിരി. തൃശൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അനൂഷ് ആശുപത്രി വിട്ടു. നിതിൻ രാജിന്റെ കുടുംബത്തെ ചേർത്ത് പിടിച്ച് CPIM വീടിന് തറക്കല്ലിട്ടു. പ്രളയത്തിൽ മുങ്ങി ബുക്ക് വേം. നശിച്ചത് 1000-ഓളം പുസ്തകങ്ങൾ. കൈത്താങ്ങുമായി വായനക്കാർ നടക്കുന്നു. ക്രൂരത. നവജാത ശിശുവിനെ ജീവനോടെ കുഴിച്ചുമൂടി രക്ഷപ്പെടുത്തിയത് സ്കൂൾ കുട്ടികൾ. യാതൊരു ഉത്കണ്ഠയുമില്ല, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എക്സിറ്റ് പോൾ ഫലം തന്നെ പറയുന്നു MV ഗോവിന്ദൻ. കണ്ണൂരിൽ ബൈക്ക് ഇലക്ട്രിക് തൂണിലിടിച്ച് തീപിടിച്ചു. യുവാവിന് ദാരുണാന്ത്യം. കൊടും വേനൽ. വളർത്തുമൃഗങ്ങളെ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ വെയിലത്തിറക്കരുത്. ചായ കുടിച്ച് നാട് ചൊരിഞ്ഞു. 1.25 കോടി രൂപയുടെ തണൽ. ഹർത്താലിനിടെ അർബുദ രോഗിയെ തടഞ്ഞ സമരസമിതി നേതാവ് റിമാൻഡിൽ. കേരളത്തിൽ ഇഞ്ചോടിഞ്ച്. ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ പുറത്ത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ടുഡേയ്സ് ചാണക്യ എക്സിറ്റ് പോൾ ഫലം. UDF 60 മുതൽ 78 വരെ സീറ്റുകൾ നേടുമ്പോൾ LDF 55 മുതൽ 73 സീറ്റുകൾ വരെ നേടുമെന്നാണ് പറയുന്നത്. NDA 3 മുതൽ 11 വരെ സീറ്റുകൾ നേടുമെന്നാണ് പറയുന്നത്. മുന്നണികളിൽ നിങ്ങൾ തമ്മിലുള്ള അന്തരം കേവലം 5 സീറ്റുകൾ മാത്രമായിരിക്കുമെന്നും UDFിന് നേരിയ മുൻതൂക്കം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിൽ LDF 55 മുതൽ 73 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ UDF 60 മുതൽ 70 വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടെന്ന് ചാണക്യ വിലയിരുത്തുന്നു. BJPക്ക് 3 മുതൽ 11 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ 30% ആളുകൾ പിന്തുണയ്ക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് 20% ആളുകൾ മാത്രമാണ്. 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും LDFിന് ഇത്രയധികം സീറ്റുകൾ പ്രവചിക്കപ്പെടുന്നത് സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നതിൻ്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നു. തമിഴ്നാട്ടിൽ DMK ഭരണം നിലനിർത്തുമെന്നും പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ എത്തും എന്നുമാണ് ചാണക്യയുടെ പ്രവചനം. മെയ് 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം വോട്ടർമാർക്കിടയിൽ നടത്തുന്ന സർവേകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എക്സിറ്റ് പോളുകൾ. അതിനാൽ ഇവ എപ്പോഴും കൃത്യമാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ വിധി അറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. നിതിൻ രാജിൻ്റെ കുടുംബത്തെ ചേർച്ച് പിടിച്ച് CPM വീടിന് തറക്കല്ലിട്ടു. അധ്യാപകരുടെ ജാതീയ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ നെടുമങ്ങാട് ഉഴമലയ്ക്കൽ സ്വദേശിയും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയുമായ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് CPM നിർമ്മിച്ച് നൽകുന്ന വീടിൻ്റെ തറക്കല്ലിടലും പ്രവൃത്തി ഉദ്ഘാടനവും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിച്ചു. ചടങ്ങിൽ CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി A റഹീം, സംസ്ഥാന കമ്മിറ്റി അംഗം A വിജയകുമാർ, G സ്റ്റീഫൻ MLA, CITU സംസ്ഥാന സെക്രട്ടറി KS സുനിൽകുമാർ, നിതിൻ രാജിൻ്റെ സഹോദരി ഭർത്താവ് പോൾ റോബർട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. നിതിൻ രാജിൻ്റെ കുടുംബാംഗങ്ങൾ നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്ഥലത്ത് തന്നെയാണ് വീട് ഉയർന്നതെന്നും 1118 സ്ക്വയർ ഫീറ്റുള്ള ഇരുനില കെട്ടിടമാണ് പണിതെന്നും A റഹീം പറഞ്ഞു. CPM വിളപ്പിൽ വിദൂര ഏരിയ കമ്മിറ്റികൾ ചേർന്നാണ് വീട് നിർമ്മിക്കുക. കേരളത്തെ ദുഃഖത്തിലാഴ്ത്തിയ ദുരന്ത വാർത്തയായിരുന്നു നിതിൻ രാജിൻ്റെ വിയോഗം. നിതിൻ്റെ മരണം ആ കുടുംബത്തെ ആകെ ആണ് അനാഥമാക്കിയത്. എല്ലാ അർത്ഥത്തിലും നിതിൻ്റെ കുടുംബത്തോടൊപ്പം എന്ന് MV ഗോവിന്ദൻ ഉറപ്പ് നൽകിയിരുന്നു. മന്ത്രി V ശിവൻകുട്ടിയും നിതിൻ്റെ വീട് സന്ദർശിക്കുകയും കുടുംബത്തോടൊപ്പം എന്ന് ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ നടത്തിയ കൂടിയാലോചനയിലാണ് നിതിൻ്റെ കുടുംബത്തിന് CPM വീട് വെച്ച് നൽകാൻ തീരുമാനം എടുത്തത്. പ്രളയത്തിൽ മുങ്ങി ബുക്ക് വേം. നശിച്ചത് 5000-ഓളം പുസ്തകങ്ങൾ. കൈത്താങ്ങുമായി വായനക്കാർ. പുസ്തക പ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമായ സർച്ച് സ്ട്രീറ്റിലെ ബുക്ക് വേം പുസ്തകശാലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വൻ നാശനഷ്ടം. കഴിഞ്ഞ ബുധനാഴ്ച ബംഗളൂരിൽ പെയ്ത അതിശക്തമായ മഴയിലാണ് കടയ്ക്കുള്ളിൽ വെള്ളം കയറി 5000-ഓളം പുസ്തകങ്ങളാണ് പൂർണ്ണമായും നശിച്ചത്. പുസ്തകങ്ങൾ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ദയനീയ ദൃശ്യങ്ങൾ പുസ്തകശാലയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തു വന്നതോടെ വലിയ ആശങ്കയിലാണ് വായനക്കാർ. വേനലവധി പ്രമാണിച്ച് വായനക്കാർക്കായി എത്തിച്ച പുത്തൻ പുസ്തകങ്ങളാണ് നശിച്ചവയിൽ ഭൂരിഭാഗവും. പ്രത്യേകിച്ചും ഓയിൽ പേപ്പറിൽ അച്ചടിച്ച അസ്കറിക്സ്, ഒബലിക്സ് തുടങ്ങിയ ചിത്രകഥ പുസ്തകങ്ങൾ ഒന്നും തന്നെ രക്ഷിക്കാനായില്ലെന്ന് കടയുടമ കൃഷ്ണ പറഞ്ഞു. ആധുനിക പുസ്തകങ്ങളിൽ ഉപയോഗിക്കുന്ന പുനരുപയോഗം ചെയ്ത പേപ്പറുകൾ
വെള്ളം തട്ടിയാൽ വേഗത്തിൽ നശിക്കുമെന്നത് നാശനഷ്ടങ്ങളുടെ ആഘാതം കൂട്ടി. ഭാഗികമായി നനഞ്ഞ പുസ്തകങ്ങൾ വെയിലത്ത് ഉണക്കി കുറഞ്ഞ നിരക്കിൽ വിൽക്കാനാണ് അധികൃതരുടെ തീരുമാനം. എങ്കിലും വലിയൊരു ശതമാനം പുസ്തകങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും. പുസ്തകശാലയുടെ ഈ ദുരവസ്ഥയെ അറിഞ്ഞ ബംഗളൂരുവിലെയും പുറത്തെയും വായനക്കാർ വലിയ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. പുസ്തകങ്ങളുടെ അവസ്ഥ എന്തു തന്നെയായാലും അവ വാങ്ങാൻ തയ്യാറാണെന്ന് വായനക്കാർ പറയുന്നു. ISC ഫലം പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 99.18%, 12ാം ക്ലാസ്സിൽ 99.13% വിജയം. ICSC പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ICSCയിൽ 99.18%, ISCL 99.13% വിജയം. രണ്ട് പരീക്ഷകളിലും പെൺകുട്ടികളാണ് മികച്ച നേട്ടം കൈവരിച്ചത്. കൗൺസിൽ ഫോർ ദ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻസ് ആണ് ഫലം പ്രസിദ്ധീകരിച്ചത്. ISL പെൺകുട്ടികൾ 99.48% വിജയം നേടിയപ്പോൾ ആൺകുട്ടികളുടെ വിജയ ശതമാനം 98.81%. ICSC പരീക്ഷയിൽ 99.46% പെൺകുട്ടികളും 98.93% ആൺകുട്ടികളും വിജയിച്ചു. ഇത്തവണ റാങ്ക് പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുൻനിരയിലെത്തിയവർക്ക് മെറിറ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകും. ICSC പരീക്ഷയിൽ 2,58,721 വിദ്യാർത്ഥികളും ISC പരീക്ഷയിൽ 1,316 വിദ്യാർത്ഥികളുമാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിലൂടെ ഫലം പരിശോധിക്കാവുന്നതാണ്. ഫലങ്ങൾ പരിശോധന ആവശ്യമായുള്ളവർ മെയ് 1 മുതൽ മെയ് 4 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കോൺഗ്രസ് വീട് നിർമ്മാണം ചോദ്യത്തിന് ഉത്തരമില്ലാതെ സണ്ണി ജോസഫ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തബാധിതരുടെ പേരിൽ പണം പിരിച്ച് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് മടങ്ങി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. വയനാട് DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടിന്റെ കുന്നംപറ്റിയിൽ വാങ്ങിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷന്റെയും ചോദ്യമുയർന്നപ്പോൾ KPCC പ്രസിഡന്റ് ഉത്തരമില്ലാതെ എഴുന്നേറ്റ് പോയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയ പ്രതീക്ഷ പങ്കുവയ്ക്കാൻ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് കോൺഗ്രസിന്റെ വീടെവിടെ എന്ന ചോദ്യം KPCC പ്രസിഡന്റ് കല്ലുകടിയായത്. സർക്കാർ സ്ഥലം നൽകാത്തതിനാലാണ് നിർമ്മാണം വൈകിയതെന്ന് ആവർത്തിച്ച സണ്ണി ജോസഫിന്റെ കോൺഗ്രസ് ഭൂമി വാങ്ങി 3 മാസം പിന്നിട്ടിട്ടും എന്തുകൊണ്ട് നിർമ്മാണം ആരംഭിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ ഉയർത്തിയതിന് ഉത്തരമില്ലാതായി. വീട്ടിൽ 100 വീടിന് 5 ഏക്കർ വാങ്ങിയെന്ന് അവകാശപ്പെടുമ്പോഴും 3.5 ഏക്കർ മാത്രമാണ് രജിസ്ട്രേഷൻ നടത്തിയത്. ബാക്കി സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ എന്തായെന്ന ചോദ്യം വന്നപ്പോൾ ഉത്തരമില്ലാതെ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. അമിതമായ ചൂട് അഥവാ ഹീറ്റ് സ്ട്രോക്ക് മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതിനാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ വളർത്തുമൃഗങ്ങളെ വെയിലത്ത് ഇറക്കരുതെന്ന് ജില്ലാ മൃഗ സംരക്ഷണ ഓഫീസർ ഡോക്ടർ S അനിൽകുമാർ അറിയിച്ചു. പൊള്ളുന്ന വെയിലിൽ തുറസായ സ്ഥലത്ത് വളർത്തുമൃഗങ്ങളെ കെട്ടിയിടുന്നത് ഒഴിവാക്കണം. പശുക്കളെ മേയുന്നതിനായി അതിരാവിലെയും വൈകുന്നേരവും തിരഞ്ഞെടുക്കുക. ഈ സമയം ഇവയെ തൊഴുത്തിൽ തന്നെ നിർത്തി ശുദ്ധജലം നൽകുന്നതിനായി സമയം ക്രമീകരിക്കുക. പശുക്കൾക്കും മറ്റും ഉൽപാദനക്ഷമത കുറയുന്നതിനു പുറമെ രോഗങ്ങൾക്കും കടുത്ത ചൂട് കാരണമാകും. പെട്ടെന്ന് ദഹിക്കുന്ന നാരുകൾ ഉള്ളതും ജലാംശമുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ നൽകണം. പശുക്കളുടെ ശരീരത്തിൽ നേരിട്ട് വെള്ളമൊഴിക്കുന്നതിനു പകരം സ്പ്രിങ്ക്ലർ, മിസ്റ്റ് ഷവർ എന്നിവ ഉപയോഗിച്ച് അരമണിക്കൂർ 3 മിനിറ്റ് വീതം തുള്ളി നന നൽകുകയും വശങ്ങളിൽ ഫാനുകൾ പ്രവർത്തിപ്പിക്കുകയും വേണം. ഉമിനീർ ധാരാളം നഷ്ടപ്പെടുന്നതുവഴി ആമാശയങ്ങളിൽ ഉണ്ടാകുന്ന ആസിഡോസ് കുറയ്ക്കാൻ 1 കിലോ തീറ്റയിൽ 10 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം ചേർത്ത് നൽകണം. എരുമകൾക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കുറയുന്നതിനാൽ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം നിറച്ച ടാങ്കർ ഒരുക്കണം. വളർത്തുപക്ഷികൾക്ക് തണുത്ത വെള്ളം കുടിക്കാൻ ലഭ്യമാക്കണം. വൈറ്റമിൻ C, ഇലക്ട്രോലൈറ്റ്സ്, പ്രോബയോട്ടിക്സ് എന്നിവ വെള്ളത്തിൽ ചേർത്ത് നൽകണം. മൃഗങ്ങളിൽ ശാരീരിക അസ്വസ്ഥത, കിതപ്പ്, തളർച്ച, ഭക്ഷണത്തോട് മടുപ്പ്, പനി, വായിൽ നിന്നും നുരയും പതയും, നാക്ക് പുറത്തേക്ക് തള്ളിയിടുക, പൊള്ളിയ പാടുകൾ തുടങ്ങിയ അപകട ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ
അടുത്ത വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടണം. ഹർത്താലിനിടെ അർബുദ രോഗിയെ തടഞ്ഞ സമരസമിതി നേതാവ് റിമാൻഡിൽ. ഹർത്താലിനിടെ അർബുദ രോഗിയെയും ഭാര്യയെയും തടഞ്ഞ സംഭവത്തിൽ സമരസമിതി നേതാവ് റിമാൻഡിൽ. നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റും തിരുവല്ല ചുമത്ര സ്വദേശിയുമായ അജിമോൻ ചാലക്കേരിയിലാണ് റിമാൻഡിലായത്. ചികിത്സയ്ക്കായി പോകാനെത്തിയ അർബുദബാധിതനെയും ഭാര്യയെയും അജിമോന്റെ നേതൃത്വത്തിലുള്ള ഹർത്താൽ അനുകൂലികൾ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വെച്ച് തടഞ്ഞത്. കേസിൽ കൊലപാതക ശ്രമം അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അങ്കമാലിയിൽ നിന്നും തിരുവല്ല സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയ ശേഷം കോഴാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനാണ് രോഗിയും ഭാര്യയും എത്തിയത്. സമരാനുകൂലികൾ തടഞ്ഞതോടെ കോഴാഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ്സിന് യാത്ര തുടരാനായില്ല. രോഗവിവരം സമരക്കാരോട് പറഞ്ഞെങ്കിലും ബസ് വിടില്ലെന്ന നിലപാടിലായിരുന്നു ഹർത്താൽ അനുകൂലികൾ. പിന്നീട് പോലീസ് എത്തിയാണ് രോഗിയെ കോഴാഞ്ചേരിയിൽ എത്തിച്ചത്. ഹർത്താലിനിടെയുള്ള അനിഷ്ട സംഭവങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശത്തോടെ പോലീസ് അജിമോനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൂടാതെ രോഗിയുടെ ഭാര്യ പോലീസിൽ പരാതി നൽകി. ബുധനാഴ്ച ഉച്ചയോടെ റിമാൻഡിലായ അജിമോനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. അജിമോനൊപ്പം 10 പേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മറ്റ് 9 പേരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഇനി പുഞ്ചിരി. തൃശൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അനോഷ് ആശുപത്രി വിട്ടു. തൃശൂർ കോടയിലയിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അനോഷ് ആശുപത്രി വിട്ടു. കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർ അറിയിച്ചു. അനോഷിന്റെ മാതാപിതാക്കളായ സിൽജോയും ജോൺസിയും ഡോക്ടർമാർക്കൊപ്പം സർക്കാരിനും ഒപ്പം നിന്നവർക്കും നന്ദി പറഞ്ഞു. ഒരു മകൻ പോയി ഒരാളെങ്കിലും കിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥന എന്നും അനോഷിന്റെ പിതാവ് സിൽജോ പറഞ്ഞു. ഏപ്രിൽ 19-നാണ് അനോഷിനും അൽജോയ്ക്കും തൃശൂർ കോടയിലയിലെ വീട്ടിൽ വെച്ച് പാമ്പ് കടിയേറ്റത്. അനോഷിന്റെ സഹോദരൻ ആൽജോ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഭക്ഷ്യവിഷബാധയാകാമെന്ന് കരുതിയാണ് വീട്ടുകാർ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ രോഗലക്ഷണം കണ്ട് സംശയം തോന്നിയ ഡോക്ടറാണ് കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റതായെന്നും പറഞ്ഞത്. ശരീരത്തിൽ പാമ്പ് കടിച്ച പാടും കണ്ടെത്തി. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കുട്ടികളുടെ മുറി പരിശോധിച്ചപ്പോഴാണ് കിടക്കയിൽ തലയണിയുടെ അടിയിൽ ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിൻ കുഞ്ഞിനെ കണ്ടത്. അതിനെ നാട്ടുകാർ തല്ലിക്കൊന്നിരുന്നു. നടുക്കുന്ന ക്രൂരത. നവജാത ശിശുവിനെ ജീവനോടെ കുഴിച്ചുമൂടി രക്ഷപ്പെടുത്തിയത് സ്കൂൾ കുട്ടികൾ. ഷിലോങ്ങിലാണ് സംഭവം. നവജാത ശിശുവിനെ ജീവനോടെ കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തിയത്. മേഘാലയയിലാണ് നടക്കുന്ന ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. റീബോയ് ജില്ലയിൽ മഹാദി പ്രദേശത്താണ് നവജാത ശിശുവിനെ ജീവനോടെ കുഴിച്ചിട്ട നിലയിൽ കണ്ടത്. കുഞ്ഞിനെ രക്ഷിക്കുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. പിന്നാലെ പ്രദേശവാസികൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധവും ആശങ്കയും ഉയർന്നു. പ്രദേശത്തു കൂടി പോയ ഒരു കൂട്ടം സ്കൂൾ കുട്ടികളാണ് കുഞ്ഞിനെ രക്ഷിച്ച് കുഴിച്ചു മൂടിയത് കണ്ടെത്തിയത്. അസാധാരണമായ എന്തോ ശ്രദ്ധയിൽപ്പെട്ടതോടെ പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടികൾ ഉടൻ തന്നെ കുഞ്ഞിനെ മഹാദി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുഞ്ഞിൻ്റെ നില അതീവ ഗുരുതരമായിരുന്നു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുഞ്ഞിനെ നോങ്പോയാസിലെ സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റി. നിലവിൽ കുഞ്ഞ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു. BNS സെക്ഷൻ 93, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 75 എന്നിവ പ്രകാരമാണ് കേസ്. കുഞ്ഞിനെ ഉപേക്ഷിച്ചവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പടക്കക്കടകൾ അടച്ചിടണം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുൻകരുതൽ നിർദ്ദേശം കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ പടക്കക്കടകൾ മെയ് 2 മുതൽ 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു. യാതൊരു ഉത്കണ്ഠയുമില്ല, ഭരണവിരുദ്ധ വികാരമില്ലെന്ന് എക്സിറ്റ് പോൾ ഫലം തന്നെ പറയുന്നു MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. LDFനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്കണ്ഠയുമില്ല. പുറത്ത് വന്ന സർവേ 2 കാര്യങ്ങൾ വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. സർക്കാർ വിരുദ്ധ വികാരമില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ള പ്രമുഖരായ നേതാവ് പിണറായി വിജയനാണെന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ കാര്യം. ഈ 2 കാര്യവും സർവേയുടെ ഭാഗമായി വന്നിട്ടുള്ളതാണ്.
LDFിൻ്റെ 60 മുതൽ 69 വരെയുള്ള സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 69 എന്നത് പറയുമ്പോൾ 2 സീറ്റിൻ്റെ വ്യത്യാസമാണ് ഉള്ളത്. മാത്രമല്ല സർവേയിൽ തന്നെ 5-8 വ്യത്യാസം വരാനുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ സാധ്യതയാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ LDFിന് യാതൊരുവിധ ഉത്കണ്ഠയും ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പരസ്യമായി പറയാതെ രഹസ്യമായി പറയുന്ന ഒന്നാണ് എക്സിറ്റ് പോളുകൾ. അതിന് ഉദാഹരണമാണ് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് എക്സിറ്റ് പോളുകൾ തന്നെ പറഞ്ഞത്. യാതൊരുവിധ സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരും. പിന്നെ അസംഭവ്യമായ പല കാര്യങ്ങളും സർവേയിൽ പറയുന്നുണ്ട്. 14 സീറ്റ് വരെയാണ് BJPക്ക് പ്രവചിച്ചിരിക്കുന്നത്. അതൊക്കെ എന്തടിസ്ഥാനത്തിലുള്ള സർവേകളാണ്? ഒരു സീറ്റ് പോലും ഇത്തവണ BJPക്ക് ലഭിക്കില്ല. ചില സർവേകളിൽ ആത്മനിഷ്ഠ ഘടകം കൂടി ഭാഗമായിട്ടുണ്ട്. UDFിനെ ജയിപ്പിച്ച് അടങ്ങൂ എന്ന് തീരുമാനിക്കുന്ന ചില പത്രങ്ങൾ സർവേ നടത്തിയാൽ അതിൽ ആത്മനിഷ്ഠ ഘടകം കൂടി ചേർന്നാൽ അവർ തന്നെ ജയിക്കുമെന്ന് പ്രഖ്യാപിക്കും. LDFിൻ്റെ ആത്മനിഷ്ഠ ഘടകം പ്രഖ്യാപിക്കാൻ പത്രവും വാർത്തയും കേരളത്തിലും ഇന്ത്യയിലും ഇല്ല. അതുകൊണ്ട് LDFിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന പരസ്യ പ്രഖ്യാപനത്തിൻ്റെ ഉള്ളറകളാണ് യഥാർത്ഥത്തിൽ സർവേ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ സാധിക്കുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സർവേകളിലും മറ്റ് റിപ്പോർട്ടുകളേക്കാൾ ഉപരി ജനങ്ങളിലാണ് LDFിൻ്റെ വിശ്വാസമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ ബൈക്ക് ഇലക്ട്രിക് തൂണിലടിച്ച് യുവാവിന് ദാരുണ അന്ത്യം. ഉളിയിൽ നരയമ്പാറയിൽ ബൈക്ക് വൈദ്യുതി തൂണിലടിച്ച് തീപിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിനെ ദാരുണ അന്ത്യം. പെരിങ്ങത്തൂർ പുളിയനമ്പുറത്തെ കാട്ടിൻ പറമ്പത്ത് മുഹമ്മദ് തസ്ലീം 26 മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് നാട്ടിലേക്ക് വരികയായിരുന്ന ബൈക്ക് നരയമ്പാറയിൽ പെട്രോൾ പമ്പിന് മുൻവശമാണ് അപകടത്തിൽ പെട്ടത്. വൈദ്യുതി തൂണിലടിച്ച് നിയന്ത്രണം വിട്ട ബൈക്ക് തൊട്ടടുത്ത ഡ്രൈനേജ് വീണ് പൂർണ്ണമായും കത്തിനശിച്ചു. യുവാവ് എഴുന്നേൽക്കാൻ പറ്റാതെ ഡ്രൈനേജിനും ബൈക്കിനുമിടയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. ഗുരുതരമായ ശരീരമാസകലം പൊള്ളലേറ്റ തസ്ലീമിനെ ഓടിക്കൊടിയ നാട്ടുകാർ ചേർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് രാവിലെ 8:30 സംഭവം. കീഴ്മാടത്തെ കക്കോത്തിയിൽ റഹീമിൻ്റെയും കാട്ടിൽ പറമ്പത്ത് സുഹറയുടെയും മകനാണ്. ഇതോടെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.